ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഏകദേശം ഒരു 6 മാസത്തോളമായി വീഡിയോ ഇടാതായിട്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് റെസ്റ്റിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെസ്റ്റിലായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വളരെ ലേറ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ എണീക്കാറ്. ഞാൻ എണീക്കുമ്പോഴേക്കും കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ അന്നേരത്തെ വീഡിയോ ഒന്നും എടുക്കൽ നടക്കത്തില്ല. രാവിലെ തന്നെ വീഡിയോ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് ഇക്കാക്ക് ഡ്യൂട്ടിയുള്ള ദിവസമായിരുന്നു. ഞാൻ ഏതായാലും രാത്രി ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തക്കാളിയുടെ ചമ്മന്തി, അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ നന്നായിട്ട് വഴറ്റിയും രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി രാവിലെ എണീറ്റിട്ട് അത് മിക്സഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ എണീറ്റ ഉടനെ തന്നെ അവർക്ക് ഇഡ്ഡലിയും അതുപോലെ തന്നെ ചമ്മന്തിയും അരച്ച് വെച്ചു, ചായയും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറും റെഡിയാക്കി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, രാവിലത്തെ പണികൾക്കൊന്നും ഞാൻ എണീക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മൂത്ത ആൾക്കൊന്ന് മദ്രസ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ നേരത്തെ എണീറ്റ് കുളിയും കാര്യങ്ങളും ഫ്രഷൊക്കെ ആയിട്ട് മദ്രസയ്ക്ക് പോയി. പിന്നെ മദ്രസ കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോഴാണ് തിരിച്ച് വന്നത്. ആ സമയം കൊണ്ട് തന്നെ രണ്ടാമത്തെ ആൾ എണീറ്റ് വാപ്പാടെ കൂടെ തന്നെ എണീറ്റ് കുളിച്ച് ആളും ഫ്രഷായി റെഡി ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ എൻ്റെ 2 മക്കളെയും റെഡിയാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുപ്പം മുതലേ അതൊക്കെ നമ്മൾ ശീലിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു വയ്യായ്ക വരുമ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര എളുപ്പമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഷർട്ട് ഇടിച്ചു കൊടുക്കുക, പാൻറ്റ് ഇടിച്ചു കൊടുക്കുക, അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല, അവർ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ സാലി 8 മണി കഴിഞ്ഞ് വന്നിട്ട് രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് സ്കൂളിൽ പോകാനായിട്ട്. ആ സമയത്താണ് ഞാനും എൻ്റെ ഇളയാളും കൂടെ എണീറ്റ് വന്നത്. ഇളയാൾ എൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ എണീക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീക്കണത്. എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അവനും കൂടെ ഒന്ന് ഫ്രഷൊക്കെ ആയി. പിന്നെ ഞങ്ങൾക്കുള്ള ദോശയും കാര്യങ്ങളൊക്കെ ചുട്ടെടുക്കണം. അപ്പോൾ എനിക്കും പിന്നെ വാപ്പാക്കും അതുപോലെ തന്നെ ജ്യേഷ്ഠനും അനിയനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ദോശയൊക്കെ ഞാൻ ചുട്ടെടുത്ത് ഞാനും കൊച്ചും കൂടെ അതിനുശേഷം കഴിച്ചു. അപ്പോൾ കൊച്ചിന് ഞാൻ കുട്ടി ദോശയാണ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവൻ അത് തന്നെ എടുത്തെടുത്ത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെയും പോയി കുളിച്ച് ഞങ്ങളുടെ എന്താ പറയുക ഫ്രഷായി ഞങ്ങൾ അടുക്കളയിൽ വന്നിരിക്കുന്ന രംഗമാണ് കേട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ രാത്രി കുറച്ച് അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഗോതമ്പ് പൊടി നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗോതമ്പ് പൊടി കൊണ്ട് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടയുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ ചക്കയുടെ സീസണിൽ ഞാൻ കുറച്ച് ചക്ക വരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കിയത്. അപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചേക്കണേയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കൊച്ചും കൂടെയും അടയൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ അവന് കഴിപ്പിക്കൽ ഭയങ്കര ഉഷാറാണ് കേട്ടോ. നമ്മൾ കഴിച്ചില്ലെങ്കിൽ തല്ലി തീറ്റിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ അതേ അടുക്കളയിൽ കുറച്ച് നാളായിട്ട് അടുക്കളയിൽ ഭരണത്തിന് കയറാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതേ പാത്രങ്ങളൊക്കെ ഒരറ്റം മുതൽ നിരത്തി വെച്ചേക്കണെയാണ്. നമ്മൾ അടുക്കളയിൽ കയറുമ്പോഴെന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ പൊസിഷൻ ഉണ്ടാവുമല്ലോ. നമ്മൾ കഴിയുമ്പോൾ കറക്റ്റായിട്ട് അവിടേക്ക് എടുത്ത് വയ്ക്കും. പക്ഷേ ഇവർ കഴുകാൻ തുടങ്ങിയ സമയത്ത് ഇവർ എന്താ പറയുക, അവർക്ക് എളുപ്പത്തിന് അങ്ങ് വെക്കും കേട്ടോ. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണിന്ന് ഉച്ചത്തേക്ക് ഞങ്ങളും കഴിക്കുക. ഇന്നിപ്പോൾ അനിയനൊക്കെ ജോലിക്ക് പോയി. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ. പിന്നെ രാവിലത്തെ ചമ്മന്തിയാണ് കേട്ടോ, അത് ദോശയ്ക്കുണ്ടാകുന്ന ചമ്മന്തിയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ കയറി തുടങ്ങിയതിൻ്റെ ഒരു അടയാളം കൂടി ഉണ്ട് കേട്ടോ കയ്യിൽ. കൈ ജസ്റ്റ് ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അട ഞാൻ വാഴയിലയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇടനിലയിൽ ഉണ്ടാക്കണ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. സംഭവം നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷെ ഞാൻ മറന്നു പോയി കേട്ടോ. അപ്പോൾ എന്താ പറയുക, അടുക്കളയൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഈ പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും അതിൻ്റേതായ സ്ഥലങ്ങളിലൊക്കെ മാറ്റാനൊക്കെ ഉണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഏതായാലും പറ്റത്തില്ല. ഇക്കുള്ള ദിവസം നമുക്കതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കൽ വളരെ കുറവാണ് കേട്ടോ. എനിക്ക് എന്താ വെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ്, പ്രത്യേകിച്ചൊരു ടേസ്റ്റൊന്നും ഇല്ല, പക്ഷേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് ഞാൻ കുടിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ വെള്ളം കുപ്പിയിലാക്കി വെച്ചിട്ട് കുടിക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, മടിയില്ല അങ്ങനെ കുടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അകത്ത് രാവിലത്തെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ മുറത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കുഞ്ഞു
എപ്പോഴും എൻ്റെ പുറകെ തന്നെയാണ് കേട്ടോ. കാരണം എല്ലാവരും വാപ്പ കടയിൽ പോവും, അനിയൻ പോവും, ചേട്ടൻ പോവും, അതുപോലെ ഇക്ക ഡ്യൂട്ടിക്കൊക്കെ പോവും, പിള്ളേർ സ്കൂളിൽ പോവും, പിന്നെ ഞാനും അവനും മാത്രമാണ് വീട്ടിൽ തനിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ 3 പേരിൽ ഏറ്റവും കൂടുതൽ ഞാനായിട്ട് ക്ലോസ് ഇവനാണ് കേട്ടോ. മൂത്ത ആളെന്ന് പറഞ്ഞാൽ അവൻ ഉമ്മായായിട്ടായിരുന്നു അടുപ്പം. രണ്ടാമത്തെ ആളുണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു. ഇവിടുത്തെ ഉമ്മായും വാപ്പായായിട്ടായിരുന്നു കേട്ടോ രണ്ടാമത്തെ ആൾക്ക് അടുപ്പം. കാരണം പകൽ മുഴുവൻ അവരുണ്ടാകുമ്പോൾ അവരുടെ കൂടെയായിരുന്നു. പക്ഷേ ഇവനുണ്ടായി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അതിന് മുന്നേ ഉമ്മ മരണപ്പെട്ടു. അപ്പോൾ ആ സമയത്തേക്കും വാപ്പ കട തുടങ്ങി, ബേക്കറി കട തുടങ്ങി. അപ്പോൾ വാപ്പ രാവിലെ പോകും, പിന്നെ വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ ഞാൻ മാത്രമാണ് വീട്ടിലുണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ എൻ്റെ അടുത്തുനിന്ന് മാറൂല. എന്നെ എന്താ പറയുക, കരച്ചിലും വീഴ്ചിലും ഇടിയും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഏതായാലും ആൾക്ക് 3 വയസ്സ് ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അംഗൻവാടികളൊക്കെ വിട്ട് തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇക്ക വന്ന സമയത്ത്, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് വാങ്ങിക്കൊണ്ടുവന്നതാണ് കടച്ചക്ക. ഇക്കക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം മേടിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷേ ഉണ്ടാക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഇക്ക പോയ ദിവസമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് ഇത് വാടി തുടങ്ങി. അപ്പോൾ ഇനിയും ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് കൊള്ളില്ലാണ്ടാകും. ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ചെത്തുമ്മ, ആ ഒരു വെളിഞ്ഞീനൊക്കെ ഉണ്ടല്ലോ, വെളിഞ്ഞീൻ എന്നാണ് ഞാൻ പറയണത്. ഇവിടെയൊക്കെ മുളഞ്ഞീൻ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പല സ്ഥലത്തും പല പേരൊക്കെ ആയിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ചക്കയൊക്കെ ഇങ്ങനെ വെട്ടുന്ന സമയത്ത് വെളിഞ്ഞീനൊക്കെ വരും ഫ്രഷ് ആണെങ്കിൽ. പക്ഷേ ഇതിന് അങ്ങനെ ഒരു സംഭവം വന്നില്ല കേട്ടോ നമ്മൾ ചെത്തിയ സമയത്ത്. പിന്നെ ജസ്റ്റ് ഒന്ന് ചെറിയ കേടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയത്തില്ല. കറി ഉണ്ടാക്കി കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിത് തേങ്ങ അരച്ച് വെക്കാമെന്നാണ് വിചാരിച്ചേക്കണത്, വറുത്തരച്ച് വെക്കാമെന്ന്. അപ്പോൾ ഇതിൽ വെളിഞ്ഞീനൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇത് ഉള്ളൊക്കെ ചെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിഞ്ഞീനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് തടവി കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞു മുറ്റത്ത് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡ് അല്ലെങ്കിൽ പോലും എന്താ പറയുക, പിള്ളേരെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അവനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞാൻ മിക്കപ്പോഴും വാതിൽ കുറ്റിയൊക്കെ ഇട്ടിട്ട് അകത്താണ് ഇരുത്താറ്. അപ്പം ഞാൻ കറി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് നോക്കിയ സമയത്ത് തേങ്ങയില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ തേങ്ങയില്ലാത്തതുകൊണ്ട് തന്നെ കടച്ചക്ക നമ്മളവിടെ മാറ്റി വെച്ചേക്കാണ്. വാപ്പാനെ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾക്ക് ആകെ തോരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുട്ട 2 എടുത്തിട്ട് വറക്കാമെന്ന് വിചാരിച്ചു. കൊച്ചിന് കുറച്ച് മുട്ടയോ അല്ലെങ്കിൽ മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് കേട്ടോ അവൻ ഇച്ചിരിയെങ്കിലും ഭക്ഷണം കഴിക്കുള്ളൂ. അല്ലെങ്കിൽ വലിയ പാടാണ് കഴിപ്പിക്കാനൊക്കെ ആയിട്ട്. ഇക്ക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അനിയനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കേണ്ട കാര്യമില്ല, അവർ കൊടുത്തോളും. പക്ഷെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ തന്നെ നോക്കണം. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തിട്ട് അവന് ജസ്റ്റ് ഒന്ന് വെറുതെ ചിക്കി, കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ചിക്കിയും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എനിക്കാണ് കേട്ടോ, നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടു കേട്ടോ ഞാൻ. പക്ഷെ അതിൻ്റെ ഉള്ളൊന്നും കുക്കാവില്ല കേട്ടോ, ആ ഒരു മഞ്ഞ കുക്കാവത്തില്ല. പക്ഷെ വെള്ള ഭാഗം ഒന്ന് കുക്കായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ, പൗച്ച് പോലെ കിട്ടും. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കാറ്. സാധാരണ കുറച്ച് മുളക് പൊടിയൊക്കെ ഇടാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ സമയമില്ലാത്തതിന് അതൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഉച്ചത്തേക്ക് ചോറെടുത്തിട്ടുണ്ട്, പിന്നെ തോരനുണ്ട്, മുട്ട വറുത്തതുണ്ട്, പിന്നെ ചമ്മന്തി. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഉടായ്പിളൊക്കെയാണ് ഫുഡ് കഴിക്കാറ് കേട്ടോ, ഞങ്ങൾ ഉണ്ടാക്കാറ്. വീട്ടിൽ ഇക്കായൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഉണ്ടാക്കും. അപ്പോൾ ഇനിയിപ്പോൾ കൊച്ചിനെ ഫുഡ് കഴിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. വലിയ പാടാണ് അവനെ കഴിപ്പിക്കാമെന്ന് വെച്ചാൽ. അവൻ പിന്നെ മുട്ടയൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കഴിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ പറ്റിച്ച് 2 പ്രാവശ്യമൊക്കെ മുട്ട വായിലിടുന്നുണ്ട് കേട്ടോ. ആദ്യം മുട്ട കൊടുക്കും, പിന്നെ ചോറ് കൊടുക്കും, മുട്ട കൊടുക്കും. അങ്ങനെയാണ് അവനെ നമ്മൾ കഴിപ്പിക്കാറ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പാടാണ്. എൻ്റെ അടുത്തും വാപ്പാടെ അടുത്തും കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ഇക്കണ്ടെങ്കിൽ അനിയനുണ്ടെങ്കിലാണ് അവൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറച്ചൊക്കെ അവനെ ഞാൻ കഴിപ്പിച്ചു. അതിനുശേഷം പിന്നെ ബാക്കിയുള്ളത് ഞാനും കഴിച്ചിട്ട് എണീറ്റു കേട്ടോ. പിന്നെ ആ സമയമായപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്ത് നമുക്ക് നമസ്കരിക്കാനൊക്കെ സമയമായി. ഇപ്പോൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനൊക്കെ ആയിട്ട് പോകാനായിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചെറുക്കൻ ഷർട്ട് ഇടാത്ത തന്നെയാണെന്ന് വിചാരിക്കണ്ട, ഉടുപ്പിടാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണോണ്ട് മാത്രം ആൾ നിക്കറിട്ടേക്കണേന്ന്, അല്ലെങ്കിൽ അത് ഊരിക്കളയും. ആൾ പറയണ ആൾക്ക് ചൂടെടുക്കുകയാണ്, ഉറുമ്പ് കടിക്കുകയാണെന്നൊക്കെ പറയണേ കേട്ടോ. ഭയങ്കര മടിയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആൾ എന്താ പറയുക, അംഗൻവാടിയിലൊക്കെ പോവാറായി എന്നൊക്കെ പറയണോണ്ട് തന്നെ എന്താ പറയുക, ഡ്രസ്സൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചു കൊടുത്താലും ആളങ്ങ് ഊരിക്കളയും. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കാണ്, കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കുഞ്ഞുവിനെ കിടത്തി ഒന്ന് ഉറക്കാനായിട്ട്. ഉറങ്ങുമൊന്നുമില്ല, വെറുതെ പോയി കിടന്ന് ഞാൻ ചിലപ്പോൾ ഉറങ്ങി പോകുന്നല്ലാതെ അവൻ കിടക്കുകയൊന്നുമില്ല കേട്ടോ. എന്നിട്ട് സന്ധ്യ ആകുമ്പോൾ തന്നെ കയറി കിടക്കും. എന്നിട്ട് ഒരു
നമ്മളൊക്കെ ഉറങ്ങുന്ന സമയമാകുമ്പോഴേക്ക് എണീറ്റേച്ചും പിന്നെ എന്നെ ഉറക്കത്തില്ല കേട്ടോ. എനിക്കാണ് ശല്യം മുഴുവനും. ഇവൻ വേറെ ആരുടെ അടുത്തോട്ട് രാത്രി പോകത്തില്ല. അപ്പോൾ ഞാൻ അത് ഉറക്കാനുള്ള തന്ത്രപ്പാടിലാണ്. പക്ഷേ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. ഒരു 3 മണി 3:30 വരെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് നോക്കി, നടന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മൂത്ത ആൾക്കാർ ക്ലാസ് കഴിഞ്ഞ് വന്നു. അപ്പോൾ അവരെ അനിയൻ പോയി വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ മൂത്ത ആൾക്ക് എക്സാം ആയിരുന്നു, 2 പേർക്ക് എക്സാം ആയിരുന്നു. ഇവർക്ക് ക്രിസ്മസിൻ്റെ എക്സാം തുടങ്ങിയിട്ടുള്ളൂ. വെക്കേഷൻ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ അവരുടെ എക്സാം. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷായിരുന്നു. അപ്പോൾ അവൻ്റെ ഹോൾ ടിക്കറ്റ് അവൻ എന്നെ കാണിച്ചു തരാണ്. എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അവനോട് ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ. കാരണം ഞാനാണ് എന്താ പറയുക പഠിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ എനിക്കത് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റാണ് അതൊക്കെ ചോദിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ ഇത് എഴുതിയോ അത് എഴുതിയോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഒക്കെ എഴുതി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ പകുതി പേപ്പറിലുണ്ടാവില്ല കേട്ടോ പേപ്പർ എഴുതി കഴിയുമ്പോൾ. എന്നാലും കുഴപ്പമൊന്നുമില്ല ആൾ. പിന്നെ മലയാളത്തിനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നാളത്തെ വിഷയം എന്ന് പറയുന്നത് മലയാളമാണ്. മലയാളം അവനെല്ലാ ആൻസറും അറിയുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വായിക്കാൻ പ്രശ്നമില്ല. വായിക്കാനും മലയാളം ഭയങ്കര പുറകോട്ടേക്കായിരുന്നു. പക്ഷെ ഇപ്പം വായിക്കാൻ നല്ല ഇതായിട്ട് വരുന്നുണ്ട്. പക്ഷെ പേപ്പറിലേക്ക് വരുമ്പോൾ പകുതി മലയാളം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് പഠിപ്പിക്കാൻ നേരത്തെ തുടങ്ങണം. പിന്നെ എൻ്റെ ഇടയ്ക്ക് 2ാമത്തെ ആളും 3ാമത്തെ ആളും കൂടെയും എന്താ പറയുക ഭയങ്കര കൂട്ടാണ്. അതിനും ഭയങ്കര ഇടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു കരച്ചിലും പിഴിച്ചിലൊക്കെ കാണുന്നത്. പിന്നെ ഞാൻ അപ്പോഴത്തേക്കും നമ്മുടെ വൈകുന്നേരം അസറായിട്ടുണ്ട്. അപ്പോൾ ആ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞാൻ ചായയൊക്കെ വെക്കണേ. ചായ വെച്ചു. പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ആ സമയത്ത് ദേണ്ടോ പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആവണ പോലെ തോന്നി കേട്ടോ. മഴ പെയ്യാൻ പോകുന്നു എന്ന് തോന്നണു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വേഗം പോയിട്ട് തുണിയൊക്കെ എടുത്തു. അപ്പോൾ തലേന്ന് ഇക്ക വന്നപ്പോൾ ഞാൻ ഇക്കയും കൂടി തുണിയെല്ലാം കഴുകിയിട്ടേക്കണം കേട്ടോ. കുറേ തുണി ഉണ്ടായിരുന്നു, പിള്ളേരുടെ തന്നെ നല്ലൊരു ഐറ്റംസ് ഉണ്ട്. അപ്പോൾ തുണികളെല്ലാം ഞാൻ എടുത്തുകൊണ്ടൊന്ന് വെച്ചു, മടക്കി വെച്ചിട്ടില്ല. അതിനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം മടക്കാനൊക്കെ ആയിട്ട്. അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വാപ്പ വന്നപ്പോൾ കുറച്ച് സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗോതമ്പാടയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുവിന് TV വെച്ച് കൊടുത്തിട്ട് അവനവിടെ ഇരുന്ന് ഉറങ്ങുവാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ, ഇവൻ സന്ധ്യ ആകുമ്പോൾ ഉറങ്ങാൻ തുടങ്ങും. നമ്മൾ ഉച്ചയ്ക്ക് കിടത്തി ഉറക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ ഉറങ്ങത്തില്ല. ഇനിയിപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഭയങ്കര ബഹളമായിരിക്കും. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി കിടത്തി. പിന്നെ പിള്ളേർക്കുള്ള ചായയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവരെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തണം, 2 പേരെയും പഠിപ്പിക്കാനായിട്ട് ഇരുത്തണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വാപ്പ ചോറുണ്ണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് തേങ്ങ കൊണ്ട് തന്നു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ കടിച്ചക്ക അത്ര നല്ലതാണോന്ന് അറിയത്തില്ല, നമുക്ക് കറി ഉണ്ടാക്കി വെക്കാം. വറുത്തരച്ചാണ് കേട്ടോ വെക്കണം. നല്ല ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഇത് വെക്കുന്നത്. അപ്പോൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കണത്. നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയുള്ളി, ഒരു 4 വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു ഇട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് മീറ്റ് മസാലയാണ് കേട്ടോ. എന്നാലും ഈ മീറ്റ് മസാല ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെക്കണം. വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു കടച്ചക്കയുടെ ഒപ്പോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ താഴെയാണ് ഒഴിച്ചിട്ടുള്ളൂ, അതിൻ്റെ ഫുള്ള് ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കത് വേവിക്കാനായിട്ട് മാറ്റാം. അപ്പം ഞാൻ കൊച്ചിൻ്റെ കയ്യിലാകെ മുളക് പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് കഴുകി കൊടുത്തു കേട്ടോ. ഇത് നമുക്ക് ഒരു വിസിലടിപ്പിച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഒരു വിസിൽ തന്നെ അത്യാവശ്യം പാകത്തിന് നന്നായിട്ട് വെന്ത് കിട്ടും. 2 വിസിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഞാനത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ ജ്യേഷ്ഠൻ നമുക്ക് തേങ്ങയൊക്കെ ചിരണ്ടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ എന്താ പറയുക പല വലുപ്പത്തിലാണ് ചിരകി വെച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ പൊടിച്ചിട്ട് എടുത്തിട്ട് നമ്മളിത് വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വറുത്ത് കിട്ടും കേട്ടോ. എല്ലാം ഒരുപോലെ വറുത്ത് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് തേങ്ങ വറക്കാതെയും എന്താ പറയുക ബ്രൗൺ കളർ ആവാതെയും കുറച്ച് വെളുത്തൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും നമ്മൾ ആ ഒരു ഡയറക്റ്റ് നമ്മളത് വറുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വറുത്തെടുക്കാൻ പറ്റും. ആ സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുകയും വേണ്ട കേട്ടോ, നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. പക്ഷേ ഞാനിവിടെ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ വറുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ കടച്ചക്ക ദേ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ദേ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകമാണ് ഞാൻ പറഞ്ഞത്. തേങ്ങ വറുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. മല്ലിപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത്. പിന്നെ മീറ്റ് മസാല, മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം കളറിന് വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഇവിടെ ചേർത്തേക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടികൾ ഞാൻ വളരെ കുറച്ചാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. എല്ലാ പൊടികളും കൂടി ആകുമ്പോൾ ഭയങ്കര കുത്താവും. മല്ലിപ്പൊടിയൊന്നും ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിപ്പൊടിയുടെയൊക്കെ ഭയങ്കര കുത്താവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കതൊന്ന് അരച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിക്സിയിൽ ജാറിൽ പൊടിച്ചിട്ട് ചേർക്കണ ആ ഒരു തേങ്ങയ്ക്ക് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയും കൂടി ചേർക്കേണ്ട. അതുപോലെ നമുക്ക് പേസ്റ്റായിട്ട് ഇത് അരച്ച് കിട്ടും കേട്ടോ. ഞാൻ ഇത് അരച്ച് കൊണ്ടുവന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ ഞാൻ അടുക്കളയിൽ കൊണ്ടുവന്ന് ഇരുത്തിയേക്കാണ്. കാരണം നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ പഠിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൺമുന്നിൽ തന്നെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുവാണ്. കണ്ടല്ലോ, നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് കിടക്കണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞ വെളിച്ചെണ്ണ സെപ്പറേറ്റ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇനി നമുക്കിത് നമ്മുടെ ഒരു കടച്ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ഒരു മിക്സിയിൽ ജാറ് കഴുകിയിട്ട് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇത് പാകമാണ് ഈ ഒരു വെള്ളം. ഇനി ഈ ഒരു വെള്ളം നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മളൊരു മീൻ വറുത്തതും കൂടെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പം മോദ മീനാണ് കേട്ടോ മേടിച്ചേക്കണേ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കവിടെ മാറ്റി വെക്കാം. നമുക്കത് എന്താ പറയുക, കുറച്ച് കഴിഞ്ഞിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു കറി താളിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും സമയം രാത്രിയായിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ക്ലൈമറ്റ് മാറിയാലും പറഞ്ഞില്ലായിരുന്നു, നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് കുറച്ച് മുന്നെയാണ് വന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുത്ത് അരച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഇഷാൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. ഇതേ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പരുവത്തിന് ഓഫ് ചെയ്യണം. കാരണം ഇനി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുകാനുള്ളതാണ് കേട്ടോ. നമുക്കിതിലേക്ക് താളിപ്പിടാം. വെളിച്ചെണ്ണ ഒഴിക്കാം, കടുക് പൊട്ടിക്കാം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇടാം. ഇത്രേ ഉള്ളൂ കേട്ടോ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ചേർക്കണില്ല. ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കറി ഇത് നല്ല ചൂടുള്ള സമയത്താണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കുറേ പാത്രങ്ങൾ അപ്പോഴേക്കും ആയിട്ടുണ്ട് കഴുകാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് സിങ്കിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ കറണ്ട് അങ്ങ് വീണ്ടും പോയിട്ടോ. പിന്നെ കറണ്ട് വന്നേയില്ല. പിന്നെ നമ്മൾ രാത്രി ഉറങ്ങണ സമയമൊക്കെ ആയപ്പോഴാണ് പിന്നെ കറണ്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇരുട്ടത്താണ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള എന്താ പറയുക മീൻ വറുത്തെടുത്തതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി കുറച്ച് തണുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഒരു പെർഫെക്ഷൻ കണ്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കറി. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, രാത്രി കറി കൂട്ടിയപ്പോൾ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ ഉച്ചയ്ക്ക് കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ തലേന്ന് ഉണ്ടാക്കി വെച്ച് പിറ്റേന്ന് കൂട്ടാനാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ മീനൊക്കെ വറുത്തെടുത്തു. മോദ മീനായിരുന്നു കേട്ടോ. മോദ മീൻ നല്ല ടേസ്റ്റാണ്. വറുത്താലും കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബാക്കി പിന്നെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം കറണ്ടില്ല, നമുക്ക് എടുക്കാനായിട്ട് ഇൻവെർട്ടറൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.